Hello everyone, let's make this velvet crochet bow headband. ഈസി ട്യൂട്ടോറിയലാണ്. എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല തിക്കറായിട്ടുള്ള ഒരു വെൽവെറ്റിയാണാണ്, ചെനയിലിയാണെന്നൊക്കെ പറയുന്നതാണ്. നമ്മൾ വെൽവെറ്റിയാണ്, തിക്കറായിട്ടുള്ള വെൽവെറ്റിയാണ് എന്നെ യൂസ് ചെയ്യണം. എന്നാലാണ് ഈ പാറ്റേൺ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 8mm ഹുക്കാണ്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലിപ്പ് നോട്ടാണ്. സ്ലിപ്പ് നോട്ടിലോട്ട് ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്യുന്നതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ ആർക്കാണോ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്വയമാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ നമ്മുടെ ഹെഡിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 45 ചെയിൻ സ്റ്റിച്ചസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഹെഡിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ചസിൽ മാറ്റം വരുത്താവുന്നതാണ്. ചെയിൻ സ്റ്റിച്ചസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മളതൊരു റൗണ്ടായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് തിരിഞ്ഞ് മറിഞ്ഞൊന്നും പോവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫുൾ അടുത്ത റൗണ്ട് നമ്മൾ അതിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് അൺഈവൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ കറക്റ്റ് റൗണ്ട് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ത്രൂ ഔട്ട് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 2 ചെയിൻ ദെൻ ഹാഫ് ഡബിൾ ക്രോഷേ.
ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ആ ഒരു റൗണ്ട് ജോയിൻ ചെയ്യാം. ഇനി ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഒരു ചെയിൻ 1 ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമ്മൾ ആ റൗണ്ട് ഫുള്ളായിട്ടും സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാൻ പോവുകയാണ്. ചെയിൻ 1 ദെൻ സിംഗിൾ ക്രോഷേ അറൗണ്ട്. സോ നമ്മളിതാ എല്ലാ സിംഗിൾ ക്രോഷും ചെയ്തു. ഇനി ലാസ്റ്റ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് യാൺ കുറച്ച് ലോങ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാം. ദെൻ നീഡിൽ ഉപയോഗിച്ചിട്ട് നമുക്കത് ഹൈഡ് ചെയ്യുകയും കൂടി ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഹെഡ് ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ബോ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലിപ്പ് നോട്ടാണ്. സ്ലിപ്പ് നോട്ടിലോട്ട് നമ്മൾ ഒരു 9 ചെയിൻ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹുക്കിൽ നിന്ന് സെക്കൻഡിലുള്ള ചെയിനിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു സിംഗിൾ ക്രോഷയും കൂടി ആൻഡ് എഗെയിൻ ഒരു സിംഗിൾ ക്രോഷയും കൂടി. 3 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത 2 സ്റ്റിച്ചിലും ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് വീതം ചെയ്യാം. ഒന്നാമത്തെ ചെയ്തു, രണ്ടാമത്തെ സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി എഗെയിൻ അടുത്തുള്ള 3 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. അതിനുശേഷം ചെയിൻ 1 ചെയ്ത് നമ്മുടെ വർക്ക് ടേൺ ചെയ്യാം. ചെയിൻ 1 കൂടി ചെയ്തിട്ട് നമ്മൾ റൗണ്ട് 2 കംപ്ലീറ്റ് ആക്കുകയാണ്. ചെയിൻ 1 ചെയ്യുക. ദെൻ നമ്മൾ നമ്മുടെ ബോൻ്റെ ഇതൊന്ന് ടേൺ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് 3 സിംഗിൾ ക്രോഷയാണ്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം 3 തവണ ചെയ്യാം. അപ്പോൾ 3 സിംഗിൾ ക്രോഷേ ചെയ്തു ഓരോ സ്റ്റിച്ചിലും. ദെൻ ഇനി നെക്സ്റ്റ് 2 സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
ദെൻ 2 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി ബാലൻസ് ഉള്ള 3 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. സോ 3 സിംഗിൾ ക്രോഷേ, 2 സ്ലിപ്പ് സ്റ്റിച്ച്, എഗെയിൻ 3 സിംഗിൾ ക്രോഷേ. ദെൻ നമ്മൾ ചെയിൻ 1 ചെയ്യുന്നു, നമ്മുടെ വർക്ക് ടേൺ ചെയ്യുന്നു. ഇത് സെയിം റിപ്പീറ്റ് തന്നെയാണ് നമ്മൾ അടുത്ത റൗണ്ട് 4ലും ചെയ്യുന്നത്. പക്ഷെ ലാസ്റ്റത്തെ ചെയിൻ 1ഉം ടേണും ചെയ്യേണ്ട, പകരം നമ്മൾ യാണ് കട്ട് ചെയ്ത് എടുക്കുകയായിരിക്കും ചെയ്യുക. നമ്മൾ യാണ് കട്ട് ചെയ്തതിന് ശേഷം നീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മളിതിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. സെൻറ്ററിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് വലിച്ചു കൊടുക്കുമ്പോൾ ബോൻ്റെ ഷേപ്പിലേക്ക് അത് വരും. ദെൻ ഒരുപാട് ബൾജാവാത്ത രീതിയിൽ അത് ചുറ്റി കൊടുക്കാം. എഗെയിൻ സെൻറ്ററിലോട്ട് തന്നെ നീഡിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മെയിൻ പാർട്ട്, ഹെഡ് ബാൻഡിൻ്റെ മെയിൻ പാർട്ടിലേക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ അറ്റാച്ച് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന യാൺസൊക്കെ നമുക്ക് മെയിൻ ഭാഗത്ത് തന്നെ നീഡിൽ ഉപയോഗിച്ച് ഹൈഡും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രോഷേ വെൽവെറ്റ് ബോ ഹെഡ് ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.